ഞാൻ ഫൈസൽ റഹ്മാൻ. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു ഡോഗിൻ്റെ കഥയാണ്. നായ. ഈ നായക്ക് ഒരു ഹോബിയുണ്ട്. നല്ല കണ്ടീഷൻ ഹൈവേ റോഡിൽ പോയിട്ടിരിക്കും. നല്ല ചീറിപ്പാഞ്ഞ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. അവിടെ ഒരിക്കലും ഒരു കാര്യം ഈ നായക്കില്ല. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ആ റോഡിൽ പോയിട്ടിരിക്കും. എന്നിട്ട് കാറുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടി രക്ഷപ്പെടും റോട്ടിൽ നിന്ന്. എന്നിട്ട് ആ കാറിൻ്റെ പുറകെ ഓടും. കുറേ ഓടിയിട്ട് തിരിച്ചവിടെ തന്നെ വന്നേക്കാം. വീണ്ടും കാറുകൾ വരും. ഈ നായ അവിടുന്ന് ചാടി രക്ഷപ്പെടും. എന്നിട്ട് ആ കാറിൻ്റെ പുറകെ വീണ്ടും ഓടും. വീണ്ടും അവിടെ വന്നിരിക്കും. ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മറ്റേ ആളോട് ചോദിക്കുന്നു, നിനക്ക് തോന്നുന്നുണ്ടോ ഈ നായ ഏതെങ്കിലും ഒരു കാറിനെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്നത്, ഓവർടേക്ക് ചെയ്തിട്ട് പിടിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്? കാരണം എല്ലാ കാറിൻ്റെ പുറകെ ഇത് ഓടുന്നുണ്ടല്ലോ, ഈ നായ ഓടുന്നുണ്ടല്ലോ. ഏതെങ്കിലും കാറിനെ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പിടിക്കുമോ എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കും ഒരാൾ മറ്റേ ആളുടെ അടുത്ത്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേര്. അപ്പോൾ ചോദിക്കപ്പെട്ട ആളുടെ ആൻസർ ഇങ്ങനെയാണ്: ഈ നായ ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഒരു കാറിനെ പിടിക്കുമോ എന്നുള്ളതല്ല എൻ്റെ ചിന്ത. ഏതെങ്കിലും ഒരു കാറിൻ്റെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് അതിനെ ഇങ്ങനെ എന്താ പറയുക, തടഞ്ഞു നിർത്തിയാൽ തന്നെ ഈ നായക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആ കാറിൻ്റെ ഉള്ളിൽ എല്ലാ കാറും ഇവിടെ വളരെ സേഫായിട്ട് ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് ഓട്ടുന്ന ഡ്രൈവേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു നായ അവിടെ പോയി കാറിനെ ഓവർടേക്ക് ചെയ്ത് പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം 2 കുരച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും അല്ലേ? അധികം കളി കളിച്ചാൽ ചിലപ്പോൾ കാറ് തട്ടിച്ചങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരാളുടെ ചോദ്യം ഇതാണ്, എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഈ കഥ പറയാനുണ്ടായ കാരണം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങളുടെ പുറകെ നമ്മൾ വല്ലാതെ സമയം കളയാണ്. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തിനാണ് പലതിൻ്റെയും പുറകെ പോകുന്നതെന്ന് അല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരികയാണ്. കുറേ കാലം നമ്മൾ സരിത എസ് നായരുടെ ആ കഥയ്ക്ക് പുറകെ, ഒരുപക്ഷെ കഴിഞ്ഞ ഗവൺമെൻറ് ഭരിക്കുന്ന അത്രയും കാലം നമ്മൾ അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ചു കാലം നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സിനിമാ നടൻ കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ലൈഫിലോട്ട് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ കളയേണ്ടത്. നമ്മുടെ ലൈഫിലോട്ട് യാതൊരു വാല്യൂ ആഡ് ചെയ്യാത്ത കാര്യങ്ങൾ, അതിൻ്റെ പുറകെ ഒരുപാട് സമയം നമ്മൾ പോകാൻ പാടില്ല. ആ നായ ചെയ്തത് എന്താണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൽ വന്നിരിക്കും, വണ്ടി വരും, അതിൻ്റെ പുറകെ ഓടും, വീണ്ടും അവിടെ തന്നെ വന്നിരിക്കും, വീണ്ടും ഓടും. അങ്ങനെ ആവാൻ പാടില്ല. നമുക്കറിയണം നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്, രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും ആ കാര്യത്തിൽ. പക്ഷേ നമ്മൾ എത്രത്തോളം സമയം അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമുക്ക് ഇത്രയൊന്നും സമയം കളയേണ്ട കാര്യമില്ല. എപ്പോൾ നോക്കിയാലും വാട്സപ്പിലും ഫേസ്ബുക്കിലും വിവാദ വിഷയങ്ങളുടെ പുറകെ നമ്മൾ സമയം കളയുന്നില്ലേ? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ന്യൂസ് ചാനലിൻ്റെ മുമ്പ് പോയിട്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ലഹരി പോലെ നമ്മൾ അതിൽ ആഴ്ന്നിറങ്ങി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ അറിയണം, എല്ലാം ഞാനും നിങ്ങളും അറിയണം. പക്ഷെ നമ്മുടെ ജീവിതത്തിലോട്ട് എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ അറിഞ്ഞാൽ പോരെ? നമ്മൾ അതിൽ ഒരുപാട് ഡീപ്പ് ഡൈവ് നടത്തിയിട്ട് അത് ഒരുപാട് റിസർച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഈ സംസാരം കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയം ആവശ്യത്തിലപ്പുറം സമയം അവരുടെ ജീവിതത്തിലൂടെ യാതൊരു വാല്യൂസും ആഡ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അത് നിങ്ങൾ മാറി ചിന്തിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം, ഈ സ്റ്റോറിയും ഷെയർ ചെയ്യുന്നത്. ആലോചിക്കുക, എത്രത്തോളം നന്നായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാം. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അറിയേണ്ട സമയം മാത്രം, അതിന് പരിമിതമായ സമയം മാത്രം നിങ്ങൾ കൊടുക്കുക. ആവശ്യമില്ലാതെ ഒരുപാട് സമയം വിവാദങ്ങൾക്ക് പുറകെ ഓടിയിട്ട് നമ്മൾ ഒരൊറ്റ ജീവിതം നോക്കുള്ളൂ അല്ലേ? ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? മടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയം തന്നെ എത്രയോ നാൾ ചർച്ച ചെയ്തിരിക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സ്കില്ല് ഫൈൻഡ് ചെയ്യാനുള്ള, നമ്മളുടെ സ്കില്ലും ഒരുപക്ഷെ നമ്മൾ പോലും നമ്മളെക്കുറിച്ച് ആലോചിക്കാത്ത തരത്തിലോട്ടുള്ള ഒരു വളർച്ച എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മളെ സമയം ഉപയോഗപ്പെടുത്തണം. അല്ലാതെ ആവശ്യത്തിലധികം സമയം ഓരോന്നിനു വേണ്ടി മാറ്റിക്കൊടുത്തിട്ട് നമ്മുടെ ലൈഫിലെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. ഓക്കെ,
അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു രീതിയുണ്ട്, വിവാദങ്ങളും കാര്യങ്ങളും നമ്മളൊരു കൾച്ചർ, നമ്മൾ കേരളീയൻ്റെ ഒരു പൊതുവെയുള്ള കൾച്ചർ, നമ്മളതിന് ഒരുപാട് അതിൻ്റെ പുറകെ പോകുന്നൊരു സ്വഭാവം പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കുക. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നായക്കുണ്ടായ സംഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സി യു, ബൈ.